ബെർണബ്യൂവിൽ ബെൻഫിക്കയുടെ പെട്ടികയിലെ അവസാന ആണി മടിച്ച ശേഷം വിനീഷ്യസ് ജൂനിയർ കോർണർ ഫ്ലാഗിനടുത്തേക്ക് ഓടി. ദ ഡാൻസ് കണ്ടിന്യൂസ്. ഹോസെ മൊറീഞ്ഞോയെ ഇത് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടോ എങ്കിൽ അതങ്ങ് സഹിച്ചേക്ക് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വിലക്കുണ്ടായിട്ടും ക്രിസ്ത്യാനി മാഡ്രിഡ് നഗരത്തിലെത്തിയിരുന്നു. ബെൻഫിക്കയ്ക്കൊപ്പം അയാൾ ബെർണബ്യൂവിൽ പരിശീലനത്തിനിറങ്ങുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ദാ ഈ ഗോൾ വംശീയതയുടെ കരണം മുഖക്കട്ടെ, അത് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരുടെയും. ബെർണബ്യൂവിൽ നോട്ട് ടു റാസിസം എന്നെഴുതിയ ബാനർ തൂങ്ങിക്കിടന്നു. യൂറോപ്പിലെ ഗാലറികൾക്ക് ഇത് എത്ര കാലം ഇങ്ങനെ തൂക്കിയിടേണ്ടി വരും എന്നറിയില്ല. അപ്പോൾ റയൽ എങ്ങും പോകുന്നില്ല, ഈ പരിസരത്തൊക്കെ തന്നെ കാണുമെന്ന്. ബെർണബ്യൂവിൽ ഇന്നലെ കിലിയൻ എംബാപ്പെ ഇല്ലാതെയാണ് ലോസ് ബ്ലാങ്കോസ് കളത്തിലിറങ്ങിയത്. ഈ മാസം തുടക്കത്തിൽ റയോ വയക്കാനക്കെതിരായ മത്സരത്തിനിടെ ഏറ്റ പരിക്കിൽ നിന്ന് ജൂഡ് ബെല്ലിംഗാം ഇനിയും മോചിതനായിട്ടില്ല. 4-3-3-ൽ അർബലോവ് വിന്യസിച്ച ടീമിൽ മുന്നേറ്റ നിരയിൽ വിനിക്കൊപ്പം ഗോൺസാലോ ഗാർസിയും ആർദ ഗുളറും ഇടം പിടിച്ചു. 13 വർഷത്തിന് ശേഷം ബെർണബ്യൂവിലേക്ക് മടങ്ങിയെത്തിയ ഹോസെ മൊറീഞ്ഞോ ഡഗൌട്ടിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനി ഹോട്ടൽ മുറിയിലിരുന്നാണ് കളി കണ്ടതെങ്കിൽ മൊറീഞ്ഞോ ഗ്യാലറിയിൽ ഇരുന്നാണ് കളി കണ്ടത്. 14-ാം മിനിറ്റിൽ ബെർണബ്യൂവിനെ നിശബ്ദമാക്കി റഫാ സിൽവ വലകുലുക്കുന്നു. കരേറാസ് എഗെയിൻ ഔട്ട് ഓഫ് പൊസിഷൻ. വലത് വിങ്ങിലൂടെ പാവ്ലിഡിസ് പന്തുമായി കുതിച്ചു. ഗോൾ മുഖത്തേക്ക് അയാൾ പന്ത് നീക്കുന്നതിനിടെ റൗൾ അസെൻസിയോയുടെ ക്ലിയറൻസ് ശ്രമം അത് റൗണ്ട് ഗോളിൽ കലാശിക്കേണ്ടതായിരുന്നു. തിബോ കോർട്ടുവ ഏറെ പണിപ്പെട്ട് അതിന് തട്ടിക്കളഞ്ഞു. പക്ഷേ അസെൻസിയോയെ ഔട്ട് ഗോൾ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനേ അയാൾക്കായുള്ളൂ. തൊട്ടരികിൽ കാത്തുനിന്ന റഫാ സിൽവയുടെ കാലിലേക്കാണ് പന്ത് പറന്നിറങ്ങിയത്. അയാൾ അനായാസം അതിനെ വരികിലാക്കി. എവേ സ്റ്റാൻഡിൽ നിന്നുയരുന്ന ആരവങ്ങൾ മാത്രം കേൾക്കുന്ന ബെർണബ്യൂ. ഓസ്കാർ കാർലോസയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കയ്ക്കായി 10 ഗോളുകൾ കുടിക്കുന്ന താരമെന്ന റെക്കോർഡ് റഫാ സിൽവയെ തേടിയെത്തുന്നു. റയൽ ഒരപകടം കൂടി മണത്തു തുടങ്ങുകയായിരുന്നു. എന്നാൽ ചുവാമനി ആ ആശങ്കയ്ക്ക് അധികം സമയം കൊടുത്തില്ല. മറുപടിക്ക് റയൽ 2 മിനിറ്റ് തികച്ചെടുത്തിട്ടില്ല. വലതു വിങ്ങിൽ ആർദ ഗുളറിൻ്റെയും വാൽവഡയുടെയും മുന്നേറ്റം. വിനീഷ്യസും ഗോൺസാലോ ഗാർസിയും ബോക്സിനകത്തേക്ക് കടന്നു. ബെൻഫിക്ക ഡിഫൻഡർമാർ അവർക്ക് പിറകെ കൂടി. ഗുളർ വാൽവഡയ്ക്ക് പന്ത് കൈമാറുന്നു. ബോക്സിന് വടിയിൽ 6 മാർക്ക് ചെയ്യാതെ നിന്നിരുന്ന ചുവാമനി കൈ ഉയർത്തി. വാൽവഡെ പന്ത് ചുവാമനിക്ക് തിരിച്ചു. റിച്ചാർഡ് റിയോസ അയാൾക്കരികിലേക്ക് പാഞ്ഞെടുത്തെങ്കിലും കാര്യമുണ്ടായില്ല. ചുവാമനിയുടെ വലങ്കാലൻ വെടികൊണ്ട പോസ്റ്റിൻ്റെ ബോട്ടം കോർണറിലേക്ക് തുളഞ്ഞു കയറി. സീസണിൽ ചുവാമനിയുടെ ആദ്യ ഗോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക്. റയൽ ജേഴ്സിയിൽ തൻ്റെ 100ാം മത്സരത്തിനിറങ്ങിയ ആർദ ഗുളറിൻ്റെ 21ാം പിറന്നാൾ കൂടിയായിരുന്നു ഇന്നലെ. കളിയുടെ 31ാം മിനിറ്റിൽ വലകുലുക്കി ഗുളർ അത് ആഘോഷിച്ചതാണ്. എന്നാൽ വാർ വില്ലൻ വേഷമണിഞ്ഞു. 37ാം മിനിറ്റിൽ റിച്ചാർഡ് റൂയിസിൻ്റെ ഗോളെന്നുറപ്പിച്ചൊരു ഷോട്ട് അത്ഭുതകരമായാണ് കോർട്ടുവ തട്ടിയകറ്റിയത്. 55ാം മിനിറ്റിൽ ട്രെൻഡിൻ്റെ ഒരു വലങ്കാലിനടി ബെൻഫിക്ക പോസ്റ്റിനെ തൊട്ടുരുമിപ്പോയി. 3 പേരെ കബളിപ്പിച്ച് ഒട്ടാവൻ്റെ കൂടെ കാലുകൾക്കിടയിലൂടെ പാഞ്ഞ പന്ത് ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത്. 60ാം മിനിറ്റിൽ റഫാ സിൽവ തൻ്റെ 2ാം ഗോളിന് അരികിലെത്തിയതാണ്. ബോക്സിന് വെളിയിൽ നിന്ന് തൊടുത്ത ഒരു റൈറ്റ് ഫുട്ട് കേളർ പോസ്റ്റിലിടിച്ച് പുറത്തേക്ക്. കളി അവസാനിക്കാൻ 10 മിനിറ്റ് മാത്രം അവശേഷിക്കുകയാണ് വിനീഷ്യസ് വിജയഗോൾ കുറിച്ചത്. മൈതാന മധ്യത്ത് നിന്ന് വാൽവഡെ തളികയിൽ എന്ന പോലെ നീട്ടി നൽകിയ പന്തുമായി ഇടത് വിങ്ങിലൂടെ ബ്രസീലിയൻ താരത്തിൻ്റെ കുതിപ്പ് ആൻഡ് പെർഫെക്റ്റ്ലി പ്ലേസ് ടു ദ റൈറ്റ് കോർണർ. ആ ഗോളിലേക്കുള്ള വഴിയിൽ നിക്കോളാസ് ഒട്ടാമെൻഡി വിനീഷ്യസിന് പുറകിലുണ്ടായിരുന്നു. അയാളെ കാഴ്ചക്കാരനാക്കി നിർത്തിയാണ് വിനി വലകുലുക്കിയത്. ഇക്കുറി ഒട്ടാമെൻഡി വിനിക്ക് ലോകകപ്പൊന്നും കാണിച്ചു കൊടുക്കാൻ നിന്നില്ല. UCL നോക്കൌട്ട് സ്റ്റേജിൽ വിനിയുടെ 14ാം ഗോളായിരുന്നു അത്. ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററിയിൽ അയാളെക്കാൾ നോക്കൌട്ട് സ്റ്റേജ് ഗോളുകൾ ഉള്ള ഒരു ബ്രസീലിയൻ താരവും ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററിയിൽ ഇല്ല. ബെൻഫിക്കയ്ക്കായി ഷെൽഡറപ്പും സിൽവയുമൊക്കെ കളം നിറഞ്ഞെങ്കിലും റയൽ വലയിൽ പന്തെത്തിക്കാൻ മാത്രം പിന്നെ ആർക്കുമായില്ല. ഒരു ഇഞ്ചുറി ടൈം ത്രില്ലറിൽ നേടിയ നാടകീയ വിജയത്തിലൂടെ പ്ലേ ഓഫ് ടിക്കറ്റ് എടുത്ത മൊറീഞ്ഞോക്ക് ആ അത്ഭുതം തുടരാനായില്ല. ഫസ്റ്റ് ലെഗിൽ ലിസ്ബണിൽ വെച്ച് വിനി നേടിയ ഏക ഗോളിനായിരുന്നു റയലിൻ്റെ വിജയം. അന്നാണ് അർജന്റീൻ യുവതാരം ജിയാൻ ലൂക്ക പ്രസ്ത്യാനി വിനീഷ്യസിനെതിരെ വംശീയാധിക്ഷേപം നടത്തിയത്. പ്രസ്ത്യാനി പലതവണ വിനിയെ അധിക്ഷേപിക്കുന്നത് താൻ കേട്ടെന്ന് കിലിയൻ എംബാപ്പെ മത്സരത്തിന് ശേഷം പറയുന്നുണ്ട്. വംശീയാധിക്ഷേപത്തെ തുടർന്ന് മത്സരം അല്പനേരം നിർത്തിവെക്കുക പോലും ഉണ്ടായി. എന്നാൽ ഹോസെ മൊറീഞ്ഞോ വിനീഷ്യസിൻ്റെ സെലിബ്രേഷനെയാണ് പ്രശ്നവൽക്കരിച്ചത്. അതേസമയം വിനീഷ്യസ് നടത്തിയതിന് സമാനമായ സെലിബ്രേഷനുകൾ മുമ്പും പലരും നടത്തിയിട്ടുണ്ടെന്നും ഗോൾ സെലിബ്രേഷൻ പ്രൊവോക്കിംഗ് ആണെങ്കിൽ പോലും വംശീയാധിക്ഷേപത്തിന് അത് ന്യായീകരണമാകില്ലെന്നാണ് മൊറീഞ്ഞോയെ വിമർശിച്ച് പലരും കുറിച്ചത്. കഴിഞ്ഞ ദിവസം തിബോ കോർട്ടുവയും അത് ആവർത്തിച്ചു. വിനീഷ്യസ് ആകട്ടെ ബെർണബ്യൂവിലും കോർണർ ഫ്ലാഗിനടുത്തെത്തി തൻ്റെ ഡാൻസ് തുടർന്നു. വംശീയാധിക്ഷേപം എന്താണെന്ന് പോലും തനിക്കറിയില്ലെന്ന മട്ടിലാണ് ക്രിസ്ത്യാനിയുടെ പ്രതികരണങ്ങൾ. ആരോപിക്കപ്പെട്ടതുപോലെ താൻ ഒന്നും വിളിച്ചിട്ടില്ല എന്നാണ് ബെൻഫിക്ക താരത്തിൻ്റെ വാദം. ഏതായാലും യുവേഫ സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ്.
പരിക്ക് റയലിനെ വല്ലാതെ വേട്ടയാടുന്ന ഒരു സീസണിൽ റൗൾ അസൻസിയോ കൂടെ ആ ലിസ്റ്റിലേക്ക് കടക്കുന്നു. മത്സരത്തിനിടെ കമവിങ്കിയുമായി കൂട്ടിയിടിച്ച് നിലത്ത് വീണ അസൻസിയോ സ്ട്രക്ചറിലാണ് മൈതാനം വിട്ടത്. റൗണ്ട് ഓഫ് 16 ഒരിക്കൽ കൂടി റയൽ സിറ്റി പോരിന് അരങ്ങൊരുങ്ങുമോ? സ്പോർട്ടിംഗ് സിറ്റിയോ ആയിരിക്കും പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ലോസ് ബ്ലാങ്കോസിൻ്റെ എതിരാളികൾ എന്ന കാര്യം ഉറപ്പാണ്. സിറ്റി ആണെങ്കിൽ തുടർച്ചയായ 7ാം സീസണിൽ ഗാർഡിയോള റയലിനെതിരെ പടക്കിറങ്ങും.